ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ക്രമക്കേട് സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയിരിക്കുകയാണ്. ഇരട്ട വോട്ടുകൾ, അതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ, സമയം കഴിഞ്ഞിട്ടും വോട്ട് ചെയ്യാൻ അനുവദിച്ചു, വൈകിട്ട് 5 മണിക്ക് ശേഷം വോട്ടർമാരുടെ അഭൂതപൂർവമായ തിരക്ക്, ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എന്താണ് ഈ രാഹുലിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അല്ല, കേരളത്തിലിരുന്ന് ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ ഈ 5 മണിക്ക് ശേഷം 4 മണിക്ക് ശേഷമാണ് വലിയ രീതിയിൽ CPM പ്രവർത്തകർ എത്തി വോട്ട് ചെയ്യുന്നത്. അത് പണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുമല്ലോ, വൈകുന്നേരത്തെ വോട്ട് മുഴുവൻ അത് പാർട്ടി വോട്ടായിരിക്കും. ഒന്നെങ്കിൽ അവർ രാവിലെ എത്തി വോട്ട് ചെയ്യും, അല്ലെങ്കിൽ വൈകുന്നേരം. അതൊരു കേഡർ പാർട്ടിയുടെ സ്വഭാവമാണ്. കേഡർ പാർട്ടികൾ കാത്തിരിക്കും ഇതെങ്ങനെയാണ്, അവർക്ക് ആ ദിവസം തന്നെ ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് പണ്ട് തിരുവനന്തപുരം നോർത്ത്, അതുപോലെ തിരുവനന്തപുരം ഈസ്റ്റ്, നേമം തുടങ്ങിയ മണ്ഡലങ്ങളിൽ BJPക്ക് മേൽക്കൈയുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളിലും BJPക്ക് ധാരാളം വോട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ CPMന്റെ പ്രവർത്തകർ ഇവിടെ കാത്തിരിക്കും പോളിംഗ് എങ്ങനെ ഉണ്ട് എന്നറിയാനായിട്ട്. അങ്ങനെ കാത്തിരുന്നിട്ട് അവർ ഉച്ചയ്ക്കൊരു 3 മണിക്ക് ശേഷം കൂട്ടമായിട്ട് എത്തിയിട്ട് BJP ജയിക്കുമെന്ന് കണ്ടാൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും. കാരണം കോൺഗ്രസിന്റെ വോട്ട് പിടിക്കും, BJPയുടെ വോട്ടും പിടിക്കും. ഇടതുപക്ഷക്കാർ, അപ്പോൾ കോൺഗ്രസിനേക്കാൾ കൂടുതൽ വോട്ട് BJPക്ക് കിട്ടും. ഇടതുപക്ഷക്കാർ സ്വാഭാവികമായിട്ടും 3-ാം സ്ഥാനത്തേക്ക് പോകും, അല്ലെങ്കിൽ BJPയുമായിട്ട് നേരിയ വ്യത്യാസത്തിന് 2-ാം സ്ഥാനത്ത് നിൽക്കും. ഇല്ലെങ്കിൽ BJP അവിടെ ജയിക്കും, കോൺഗ്രസ് 2ാമതാവും, ഇടതുപക്ഷം 3ാമതാവും. ഇങ്ങനൊരു അവസ്ഥയിൽ ഏതാണെന്ന് അവർ മനസ്സിലാക്കിയിട്ട് അവരുടെ വോട്ട് BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ അവരത് ഉടനെ തന്നെ കോൺഗ്രസിന് ചെയ്യും. അങ്ങനെ പലപ്പോഴും നമ്മുടെ K. രാമപിള്ള സാറ് BJPക്ക് പണ്ട് മത്സരിച്ച് തോറ്റത് അങ്ങനെയാണ്. കുമ്മനം രാജശേഖരൻ തോറ്റത് അങ്ങനെയാണ്. അത് ഈ 2016 പോലും അത് സംഭവിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ കുമ്മനം രാജശേഖരനും K. മുരളീധരനും TN സീമയുമായിരുന്നു മത്സരിച്ചത്. K. മുരളീധരനേക്കാളും മുന്നിലേക്ക് പോയി കുമ്മനം രാജശേഖരൻ ജയിക്കും എന്നൊരു ഘട്ടം വന്നപ്പോൾ CPMകാർ അവിടെ വോട്ട് മറിച്ചു. ഫലമോ K. മുരളീധരൻ ചെറിയ വോട്ടിന് അവിടെ ജയിച്ചു, CPM 3ാം സ്ഥാനത്തായി, വലിയ രീതിയിൽ പുറകിലേക്ക് പോയി. നമ്മൾ മഞ്ചേശ്വരത്ത് കണ്ടിട്ടുണ്ട്, CPM തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു അടവ് നയം സ്വീകരിച്ചു എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഈ രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിക്കുകയാണ്. അദ്ദേഹത്തിന് ഓരോ സീസൺ ഉണ്ട്. ഇടക്കാലത്ത് അദ്ദേഹം ഭരണഘടനയെ ഉയർത്തിക്കൊണ്ട് നടന്നു. അതിനു മുൻപ് നാം പരിശോധിക്കുമ്പോൾ ജാതി ഉയർത്തിക്കൊണ്ട് നടന്നു, പിന്നെ റഫേൽ വിമാനം ഉയർത്തിക്കൊണ്ട് നടന്നു. ഇപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നത് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ 25ഓളം സീറ്റുകളിൽ BJP അട്ടിമറി നടത്തിയെന്നും അതുകൊണ്ടാണ് BJP അധികാരത്തിൽ വന്നതെന്നും BJP വിജയിച്ചത് 25 സീറ്റുകളിലോളം 33,000-ന് താഴെയാണ്. ഈ വോട്ടുകൾ എങ്ങനെയാണ് ലഭിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇരട്ട വോട്ടുണ്ട്. അങ്ങനെയുള്ള ചില വാദഗതികളാണ് ഉന്നയിക്കുന്നത്. പക്ഷെ ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നാം ആ വാർത്താ സമ്മേളനം കാണുമ്പോൾ ചിന്തിക്കുകയാണ്. VS അച്യുതാനന്ദൻ എന്ന നേതാവിനെയാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇതൊരു അമൂൽ ബേബിയാണ്. അമൂൽ ബേബി അല്ലെ, അതിപ്പോൾ തെളിയുകയാണ്. ഒരു അമൂൽ ബേബിയാണ്, ബുദ്ധി വളർച്ച ഇല്ലാത്ത ഒരു അമൂൽ ബേബിയാണ്. പിന്നീട് ഉത്തരേന്ത്യയിൽ മറ്റൊരു വാക്കുണ്ടല്ലോ, പപ്പു. ഈ അമൂൽ ബേബിയും പപ്പുവും ഒരേ ത്രാസിൽ ബേബിമാരെയാണ് ഉത്തരേന്ത്യയിൽ പപ്പു എന്ന് വിളിക്കുന്നത്. രണ്ടുപേരും ഒരേ ത്രാസിൽ തൂങ്ങുകയാണ്. ഈ ഇന്നത്തെ വാർത്താ സമ്മേളനം കാണുമ്പോൾ നമുക്ക് ഈ 25 മണ്ഡലങ്ങളിലേക്ക് അങ്ങ് എന്തിനാണ് പോകുന്നത്? നമുക്ക് ഈ സമീപത്തെ ആറ്റിങ്ങലിലേക്ക് വരാം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എത്ര വോട്ടിനാണ് ജയിച്ചത്? 1500. അപ്പോഴും BJP പറയണം അവിടെ 3ാം സ്ഥാനത്തുള്ള BJP പറയണം ഇവിടെ അട്ടിമറി നടന്നു അവിടെ പറയുന്നത്. ഇരട്ട വോട്ടുകൾ, അതെ, അട്ടിമറി നടന്നു. ഈ അങ്ങനെയല്ല, ഇത് 33,000 വലുതാണോ ഈ 1500? അതെ, 1000 വോട്ട്. 1500 വോട്ടിൻ്റെതാണ് അങ്ങനെയാണെങ്കിൽ ചർച്ചയാക്കേണ്ടത്. അതിന് അദ്ദേഹം തയ്യാറാകുന്നു. അങ്ങനെ നാം ഈ കോൺഗ്രസിന്റെ വിജയം പരിശോധിച്ചാൽ അറിയാം, ഇങ്ങനെ പല സീറ്റുകളിലും കഷ്ടിച്ചാണ് കടന്നുകൂടിയിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് കേരളത്തിലെ ചില മണ്ഡലങ്ങളും ഉത്തർപ്രദേശിലെ പ്രധാന നേതാക്കൾ മാത്രമാണ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. ബാക്കിയുള്ള മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ ഈ കോൺഗ്രസിന്റെ വിജയം ചെറിയ വോട്ടുകൾക്കാണ്. അതൊന്നും ഈ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കാതെ തന്റെ കഴിവുകേട്,
ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു മനുഷ്യന്റെ, നമുക്ക് രാഹുൽ ഗാന്ധി കുറ്റം പറയാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ ഗതികേട് ഓർത്ത് നോക്കൂ. 2004 മുതൽ അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ട്. 2009 ആയപ്പോൾ അദ്ദേഹം പൊതുവെ തന്നെ പ്രധാനമന്ത്രി ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് 2009 മുതൽ രാഹുൽ ഗാന്ധി. 2014 ആകുമ്പോൾ ഇയാൾ നേരിട്ട് കളിക്കളത്തിൽ ഇറങ്ങുകയാണ്. എന്നിട്ടായില്ല, അവിടെ ഭാവി പ്രധാനമന്ത്രി. 2019 ഭാവി പ്രധാനമന്ത്രി, 2024 ഭാവി പ്രധാനമന്ത്രി. പിന്നീട് എല്ലാ കാലത്തും ഉത്തർപ്രദേശിലെ എല്ലാ സംസ്ഥാനങ്ങളും, ഉത്തർപ്രദേശ് അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങൾ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇദ്ദേഹം പ്രചാരണം നടത്തുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളും പരാജയപ്പെടുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് വേറെ കുറച്ചും കൂടെ മനക്കരുത്തില്ലാത്ത ഒരു വ്യക്തിയാണ് ആത്മഹത്യ ചെയ്തത് തന്നെ. ആ രീതിയിലേക്കുള്ള ദയനീയമായ പരാജയങ്ങളാണ് ഉണ്ടാകുന്നത്. അങ്ങനെ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചില പരാമർശങ്ങളായി എന്തായാലും ഇന്ത്യയിലെ ജനങ്ങൾ കാണാൻ സാധ്യതയുള്ളൂ. പക്ഷെ ഇത് ഇന്ത്യയുടെ ഭരണഘടനയെ സംബന്ധിച്ച്, ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളെ കുറിച്ചും ജനങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് പരത്താനുള്ള ഒരു ശ്രമം ഇതിലൂടെ, അതെ, ഈ വോട്ടർമാരെല്ലാം വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യുന്ന ഒരു ചിന്ത വരും. അത് ആദ്യം ബാധിക്കാൻ പോകുന്നത് കോൺഗ്രസിനെ ആയിരിക്കും. കോൺഗ്രസ്സുകാർ ചിന്തിക്കും എന്തായാലും ഞങ്ങൾ വോട്ട് ചെയ്താലും BJP ജയിക്കും, പിന്നെ ഞങ്ങൾ പോകുന്നത് എന്തിനെന്ന് ചോദിച്ച് ഇനി അദ്ദേഹം 2029 കൂടെ പരാജയം ഇപ്പോഴേ അതിനുള്ള പണികൾ ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു മണ്ടൻ ഒരു രാഹുൽ ഗാന്ധിയായി മാറുകയാണ്. പിന്നീട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്, അങ്ങനെ ഒരു വിമർശനം ഉണ്ടായിരുന്നല്ലോ കുറച്ചുനാൾ തന്നെ EVM-ഉമായി ബന്ധപ്പെട്ട് BJP ജയിക്കുന്നത് EVM കൊണ്ടാണെന്ന്. അപ്പോൾ അങ്ങനെ ആ സാഹചര്യത്തിലാണ് എല്ലാവരും എതിർ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയത്. ഈ കർണാടകയിൽ എങ്ങനെയുണ്ട് EVM, ഹിമാചൽ പ്രദേശിൽ എങ്ങനെയുണ്ട് EVM, തെലങ്കാനയിൽ എങ്ങനെയുണ്ട് EVM എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം പറയുന്നത് ഈ അട്ടിമറി കർണാടകയിൽ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹത്തെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും അട്ടിമറി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അട്ടിമറി ഉണ്ടാകുന്നതാണ്. മിക്കവാറും ശിവകുമാർ ഒന്നാതെ പാർട്ടിയോടെ നിൽക്കുന്നു. ഇനി ഇത്തരം അദ്ദേഹത്തെ കൂടെ ശല്യപ്പെടുത്താനാണ് രാഹുൽ ഗാന്ധിയുടെ ഈ രീതികളെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ രാഹുൽ ഗാന്ധി കാരണമാണല്ലോ അല്ലെ സ്വന്തം പാർട്ടി ഇപ്പോൾ BJP-യിലും അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തുമുള്ള നേതാക്കളെ പരിശോധിക്കുമ്പോൾ അവരുടെ എല്ലാ രാഷ്ട്രീയ തുടക്കം കോൺഗ്രസിലാണ്. ഈ രാഹുൽ ഗാന്ധി അവർ പാർട്ടി വിടാനുള്ള കാരണം പരിശോധിച്ച് ചെല്ലുമ്പോൾ നാം എത്തുന്ന രാഹുൽ ഗാന്ധിയിലാണ്. ഏത് നേതാവ് പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കറങ്ങി തിരിഞ്ഞ് ഒന്നും വേണ്ട, ഈ അനിൽ ആന്റണിയുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇദ്ദേഹം പ്രധാനമന്ത്രിയെ ഇങ്ങനെ കണക്കിന് ചീത്ത പറയുന്നത് ശരിയല്ല. അദ്ദേഹം നമ്മുടെ രാഷ്ട്രീയ എതിരാളിയാണെങ്കിലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് എന്ന് അനിൽ ആന്റണി ഒന്ന് പറഞ്ഞു പോയി. അതിന് എന്തൊരു സൈബർ അറ്റാക്ക് ആയിരുന്നു ആ ചെറുപ്പക്കാരൻ നേരിടേണ്ടി വന്നത്. അല്ല, അതുകൊണ്ട് അവസാനം മനസ്സുമെടുത്താണ് ഇനി ഞാനില്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം BJP-യിലേക്ക് പോയത്. അതുപോലെ തന്നെ എത്ര നേതാക്കളുണ്ട് ഇദ്ദേഹം കാരണം. ജ്യോതിരാദിത്യ സിൻഹ മധ്യപ്രദേശിലെ പ്രധാന നേതാവാണ്. 2009 ജയിച്ചപ്പോൾ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയൊക്കെ ആയ ആളാണ്. സഹമന്ത്രിയായ അതോടൊപ്പം തന്നെ തുടർച്ചയായി തന്നെ നാം പരിശോധിക്കുന്ന ഗുജറാത്തിനേക്കാൾ BJP-ക്ക് സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ആ മധ്യപ്രദേശിനെയാണ് കൃത്യമായി തന്നെ പിടിച്ചെടുത്ത് കോൺഗ്രസിന് നൽകാൻ ഈ നേതാവിന് കഴിയുന്നുണ്ട്. പക്ഷെ ആ നേതാവിനെ അവഗണിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്തത്. പിന്നീട് തന്റെ പെട്ടുപിടുത്തക്കാരനായ കമൽനാഥിനെ അവിടെ പിടിച്ച് മുഖ്യമന്ത്രിയാകുന്ന കാഴ്ചയുണ്ട്. സ്വന്തം കഴിവുകേട് കൊണ്ടാണ് ഈ മനുഷ്യൻ പരാജയപ്പെടുന്നത്. പരാജയപ്പെടുമ്പോൾ മറ്റുള്ളവരും മറ്റു കാരണങ്ങളും കണ്ടെത്തുകയാണ്. ഇദ്ദേഹം ഈ ഭരണഘടന ഉയർത്തിക്കാട്ടുന്നു, അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി വർഗീയത പറയുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹവും ഗുജറാത്തിൽ പോയി വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയല്ലോ. അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ കോൺഗ്രസ് ഇല്ലാതാകാൻ പോവുകയാണ്. അവിടെ പ്രതിപക്ഷത്തേക്ക് വളർന്നു വരാനുള്ള ശ്രമം കെജ്രിവാൾ ഡൽഹിയിലെ പരാജയത്തിന് ശേഷം ഡൽഹിയിലല്ല കെജ്രിവാൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, പൂർണ്ണമായി ഗുജറാത്തിലേക്കാണ്. ഗുജറാത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ BJP അവിടെ ഒരു കേഡർ പാർട്ടിയാണ്. ആ കേഡർ പാർട്ടിയെ വലിയ രീതിയിൽ അവർക്ക് തളർത്താൻ കഴിയില്ല. പക്ഷെ പ്രതിപക്ഷത്തെ തളർത്താൻ കഴിയും. ആ പ്രതിപക്ഷ സ്ഥാനത്തിലേക്ക് വളർന്നു വരാനാണ് കോൺഗ്രസ് AAP ശ്രമിക്കുന്നത്. നാം അത് പഞ്ചാബിൽ കണ്ടു, ഡൽഹിയിൽ കണ്ടു, ഇനി ഗുജറാത്തിലും കാണാൻ പോവുകയാണ്. അങ്ങനെ സ്വന്തം പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാതെ ഇത്തരം വാർത്താ സമ്മേളനം കൊണ്ടോ ഇത്തരം പിപ്പിടി വിദ്യ കൊണ്ടോ ഇദ്ദേഹത്തിന് ഒന്നും നേടാൻ കഴിയുന്നില്ല. ഇപ്പോ ഈ പേരൊന്ന് ഉറയ്ക്കുകയാണ്. 2000 ജോഡോ യാത്രയ്ക്ക് ശേഷം ഈ പപ്പുവിന്റെ പേരൊന്ന് ഒഴിഞ്ഞു പോയതായി. പക്ഷെ ഇതാ വീണ്ടും അദ്ദേഹം തുടർച്ചയായി വരികയാണ്. അവസാനത്തെ കോടതി വരെ ഇദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്ത്യക്കാരൻ ഒരിക്കലും പറയാത്തതാണിത്. VS പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു അമുൽ ബേബി എന്ന ആ മാനസിക തലത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒട്ടും തന്നെ ഉയർന്നിട്ടില്ല എന്നാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്.